പ്രേക്ഷകർക്ക് വീണ്ടും സ്വാഗതം. അതിർത്തി മേഖലകളിൽ പാകിസ്ഥാന്റെ പ്രകോപനം തുടരുന്നു എന്ന വാർത്ത വരുന്നുണ്ട്. അതിർത്തി മേഖലയിലെ പല സ്ഥലങ്ങളും വൈദ്യുതി വിച്ഛേദിക്കപ്പെട്ടിരിക്കുകയാണ്. അമൃതസറിൽ 5 തവണ സ്ഫോടനം നടന്നതായി ഇപ്പോൾ വിവരം ലഭിക്കുന്നുണ്ട്. അവിടെ നിന്ന് വിനീത വിജി തത്സമയം ചേരുകയാണ്. വിനീത, അമൃതസറിൽ ബ്ലാക്ക് ഔട്ടാണെന്ന് എനിക്കറിയാം. അവിടെ വീണ്ടും പാകിസ്ഥാൻ്റെ പ്രകോപനമുണ്ടായി, അവിടെ ചെറിയ രീതിയിലുള്ള സ്ഫോടനമുണ്ടായി എന്ന വാർത്ത വരുന്നു. നമ്മുടെ ഡിഫൻസ് സിസ്റ്റം അവരുടെ ശ്രമങ്ങളെ തകർത്തോ? എന്താണ് വിവരം? തീർച്ചയായും എസ് കെ, അമൃത്സറിൽ 5 ഇടങ്ങളിൽ സ്ഫോടന ശബ്ദം കേട്ടതായിട്ടാണ് റിപ്പോർട്ടുകൾ ലഭ്യമായിരിക്കുന്നത്. അമൃത്സറിലെ എയർഫോഴ്സ് കൺട്രോൾമെന്റിന് സമീപം കനത്ത വെടിവെപ്പുണ്ടായതായിട്ടൊരു വിവരം കൂടി നമുക്ക് ലഭ്യമാകുന്നുണ്ട്. ഒപ്പം തന്നെ പത്താൻകോട്ട് ജില്ലയിൽ ഡ്രോൺ വെടിവെച്ചിട്ടതായ ഒരു വിവരം കൂടി ലഭ്യമാകുന്നുണ്ട്. പഞ്ചാബിലും സ്ഫോടനം നടന്നതായിട്ടുള്ള ചില റിപ്പോർട്ടുകൾ കൂടി ലഭ്യമായിരിക്കുകയാണ്. അമൃത്സർ, ഫിറോസ്പൂർ എന്നിവിടങ്ങളിലാണ് ഡ്രോണുകൾ കണ്ടെത്തിയത്. ഞാനിപ്പോൾ നിൽക്കുന്നത് അമൃത്സറിലാണ്. ഇവിടെ നിന്ന് ഏതാണ്ട് ഒരു 100 കിലോമീറ്ററിന് അപ്പുറമാണ് ഈ ഫിറോസ്പൂർ എന്ന് പറയുന്ന മേഖല. അവിടെയും സമാനമായിട്ടുള്ള ആക്രമണം ഉണ്ടായതായാണ് വിവരം നമുക്ക് ലഭ്യമായിരിക്കുന്നത്. പത്താൻകോട്ടിൽ ഏതാണ്ട് 6 മിനിറ്റിനകം 20 ഇടങ്ങളിലായി ഇങ്ങനെ ഒരു പൊട്ടിത്തെറി ഉണ്ടായതായി, ഒരു സ്ഫോടന ശബ്ദം ഉണ്ടായതായാണ് ഒരു വിവരം കൂടി നമുക്ക് ലഭ്യമായിരിക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്ന ഈ അമൃത്സറിൽ പൂർണ്ണമായും ബ്ലാക്ക് ഔട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇത് കൂടാതെ തന്നെ ഗുരുദാസ്പൂരിൽ കഴിഞ്ഞ ദിവസങ്ങളിലേക്കടക്കം പാകിസ്ഥാൻ ആക്രമണത്തിന് ഒരു ലക്ഷ്യം വെച്ച മേഖലയാണ്. ആ മേഖലയിലും സമാനമായിട്ടുള്ള ബ്ലാക്ക് ഔട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു വിവരം കൂടിയാണ് നമുക്ക് ലഭ്യമായിരിക്കുന്നത്. അമൃത്സറിനെ സംബന്ധിച്ചിടത്തോളം ഈ ഏതാണ്ട് ഇപ്പോൾ പൂർണ്ണമായും ബ്ലാക്ക് ഔട്ടിൽ നിൽക്കുകയാണ്. ചില മേഖലകളിലേക്കടക്കം വലിയൊരു ആശങ്കയിലേക്ക് പോകുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പല മേഖലകളിലും സമാനമായിട്ടുള്ള സ്ഫോടന ശബ്ദങ്ങൾ കേട്ടതായി ഒരു വിവരം നമുക്ക് ലഭ്യമാകുന്നുണ്ട്. ഒപ്പം തന്നെ പത്താൻകോട്ടിൽ ഡ്രോൺ സൈന്യം വെടിവെച്ചിട്ടതായി ഒരു വിവരം കൂടി ലഭിക്കുകയാണ്. ഗുരുദാസ്പൂരിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സമ്പൂർണ്ണ ബ്ലാക്ക് ഔട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു. ചണ്ഡീഗഡിലും ഒപ്പം തന്നെ മൊറാലിയിലും വലിയ ജാഗ്രതാ നിർദ്ദേശങ്ങൾ നൽകിയിരിക്കുകയാണ്. ഈ കടകൾ, ഞാൻ ഈ വന്ന സമയത്തൊക്കെ ഇവിടെ വലിയ കടകളൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ പൂർണ്ണമായും അതൊക്കെ ഇങ്ങനെ അടച്ചിട്ടിരിക്കുന്ന ഒരു നിലയിലാണ്. സമ്പൂർണ്ണമായ ബ്ലാക്ക് ഔട്ട് ഏർപ്പെടുത്തിയിരിക്കുകയാണ്. വിവിധ മേഖലകളിൽ ഇത്തരത്തിലേക്കുള്ള ചെറിയ ശബ്ദങ്ങൾ കേട്ടതായിട്ടൊക്കെയുള്ള റിപ്പോർട്ടുകൾ ലഭ്യമാകുന്നുണ്ട്. ആ മേഖലകളിലൊക്കെ തന്നെ സൈന്യം ശക്തമായി തിരിച്ചടിക്കുന്നുമുണ്ടെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഈ പഞ്ചാബിൽ ഡ്രോൺ സാന്നിധ്യം കണ്ടെത്തിയതായി ഒരു വിവരം ലഭ്യമാകുന്നുണ്ട്. അമൃത്സർ, ഫിറോസ്പൂർ എന്നിവിടങ്ങളിൽ ഡ്രോണുകൾ കണ്ടെത്തിയതായിട്ടുള്ള വിവരം ലഭ്യമാകുന്നുണ്ട്. പത്താൻകോട്ടിൽ ഡ്രോൺ അത് സൈന്യം വെടിവെച്ചിട്ടതായിട്ടൊരു വിവരം കൂടി ലഭ്യമായിരിക്കുകയാണ്. ഒപ്പം തന്നെ ഗുരുദാസ്പൂരിൽ ബ്ലാക്ക് ഔട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു. അവിടെ സമ്പൂർണ്ണമായ ബ്ലാക്ക് ഔട്ട് തുടരുകയാണ്. ഞാൻ ഈ കാണുന്നത്, നമ്മൾ നിൽക്കുന്നത് അമൃത്സറിലെ നിരവധി കടകളൊക്കെ ഉണ്ടായിരുന്ന മേഖലകളാണ്. ആ കടകളൊക്കെ ചെറിയ ചെറിയ കടകൾ ഉണ്ടായിരുന്ന മേഖലകളാണ്. ഇപ്പോൾ ഈ ബ്ലാക്ക് ഔട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന പശ്ചാത്തലത്തിൽ പൂർണ്ണമായും ആ കടകളൊക്കെ അടച്ചിട്ടിരിക്കുകയാണ്. ഈ മേഖലകളിൽ, ഈ അമൃത്സറിലെ മേഖലകളിൽ ഏതാണ്ട് 5 ഇടങ്ങളിലായി സ്ഫോടന ശബ്ദം കേട്ടതായിട്ടുള്ള വിവരമാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമായിരിക്കുന്നത്. ജനങ്ങൾ കൃത്യമായി അവരുടെ വീടുകളിൽ തന്നെ തുടരണം, പുറത്തേക്ക് ഇറങ്ങരുതെന്നൊരു നിർദ്ദേശമൊക്കെ കൂടി ലഭ്യമായിട്ടുണ്ട്. പത്താൻകോട്ടിൽ ഏതാണ്ട് നമുക്കിപ്പോൾ ലഭ്യമായിരിക്കുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് ഏതാണ്ട് 6 മിനിറ്റിനിടെ 20 പ്രാവശ്യം ഇത്തരത്തിലേക്കുള്ള സ്ഫോടന ശബ്ദം കേട്ടതായിട്ടൊരു വിവരം കൂടി ലഭ്യമാകുന്നുണ്ട്. അതിർത്തി മേഖലകളെ സംബന്ധിച്ചിടത്തോളം അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. ആദ്യഘട്ടത്തിലൊക്കെ അമൃത്സറിലടക്കം വലിയ ജാഗ്രതാ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ടായിരുന്നു. പഞ്ചാബിനെ സംബന്ധിച്ചിടത്തോളം പഞ്ചാബിലെ 6 ജില്ലകളാണ് പാകിസ്ഥാൻ അതിർത്തി പങ്കുവെക്കുന്നത്. ആ മേഖലകളിലൊക്കെ വലിയ ജാഗ്രതാ നിർദ്ദേശങ്ങൾ ഇതിനോടകം തന്നെ നൽകിയിട്ടുണ്ടായിരുന്നു. ഇന്ന് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലേക്കടക്കം വലിയ ചർച്ചകൾ നടത്തിയിട്ടുണ്ടായിരുന്നു. പ്രത്യേക മന്ത്രിസഭാ യോഗം ചേർന്നിട്ടുണ്ടായിരുന്നു. ഈ അതിർത്തിയിലെ സ്ഥിതിഗതികൾ വിലയിരുത്തുന്നതിനായി ഏതാണ്ട് 10 മന്ത്രിമാരെ നിയോഗിച്ചിട്ടുണ്ടായിരുന്നു. ഏതെങ്കിലും ഒരു അടിയന്തര ഘട്ടം ഉണ്ടാവുകയാണ് എങ്കിൽ ജനങ്ങൾക്ക് എല്ലാ സംവിധാനങ്ങളും ഉറപ്പാക്കുക, അവർക്ക് സുരക്ഷിതത്വം നൽകുക, എത്രയും വേഗം അവരെ അവിടെ നിന്ന് മാറ്റുക തുടങ്ങിയ നടപടിക്രമങ്ങൾ, അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അവലോകനമടക്കം ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗത്തിൽ ചർച്ച ചെയ്തിട്ടുണ്ട്. ഒപ്പം ഈ ചണ്ഡീഗഡിൽ 8 മണിക്ക് ശേഷം കടകൾ തുറക്കരുതെന്ന് നിർദ്ദേശം നൽകിയിരിക്കുന്നു. ഞാനിപ്പോൾ നിൽക്കുന്ന അമൃത്സറിലടക്കം വലിയ ജാഗ്രതാ നിർദ്ദേശം ഇപ്പോഴും തുടരുകയാണ്. എസ് കെ.